എന്ത് ചോദിക്കണം? എന്തോ മക്കളെ ചോദിക്കേ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ അതും ടൊവിനോയുടെ ട്രെയിനർ അല്ലേ? ഇവിടെ വെയിറ്റ് താങ്ങി ഞാൻ പിടിച്ചോണ്ടിരിക്കുമ്പം ആ തിളച്ച വെള്ളം എടുത്ത് ആ ഗ്ലാസ് കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പം എൻ്റെ പാൻസിലൂടെ ഹിരോഷിമ മുതൽ നാഗസാക്കി വരെ ഒരു പൊള്ളലായിരുന്നു. ചിമ്മിനി വിളക്ക് വെച്ച് പഠിച്ച് 1ാം റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടി എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ ഒന്ന് ഭയങ്കര ന്യൂസായിരുന്നു. ഇതാണത്, നിങ്ങൾ നോക്കി വെച്ചോളൂ. നിന്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഇപ്പൊ വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ ഇറങ്ങി ദേവാ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഇറങ്ങി. മാസ്ക് വയ്ക്കാം അമ്മി. അമ്മി മാസ്ക് വയ്ക്ക്. നിങ്ങളെല്ലാം റെഡിയായോ? എല്ലാവരും റെഡിയായി. ഹാ, നിങ്ങളെത്തിയോ? അപ്പോൾ എല്ലാ ദിവസവും മാസ്ക് ഒന്നും ഇല്ലാതെയാണ് ഇൻട്രോ പറയാറ്. ഇന്ന് മാസ്ക് വെച്ചിട്ട് ഒരു മാസ് ഇൻട്രോ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് അവരെ നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു വയറ് കാണൽ ചടങ്ങിലേക്ക് ഒരു വയറ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. 5 മാസം കംപ്ലീറ്റ് ആയി 6ാമത്തെ മാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഈ 5ാം മാസത്തിലെ ഈ നിറവേറെന്ന് പറയാൻ പറ്റില്ല അല്ലേ? 5ാം മാസത്തെ 5 മാസമായിട്ടിരിക്കുന്ന ആളെ കാണാൻ വേണ്ടി പോകുമ്പോൾ 5 കൂട്ടം പലഹാരങ്ങൾ മേടിക്കണം. അപ്പോൾ നമുക്ക് നേരെ പലഹാരം മേടിക്കാൻ പോകാം. ചേട്ടാ, എപ്പോഴത്തെയും പോലെ നേരെ പോവാതെ ലെഫ്റ്റ് വളയണേ. അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എവിടെയാണ്, കാരണം നമ്മൾ വണ്ടി കയറി ഇരുന്ന അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ അങ്ങ് നേരെ അങ്ങ് പോകും. ഇപ്പൊ നമുക്ക് നേരെ അല്ല പോവേണ്ടത്, നേരെയാണ് പോവേണ്ടത്. പക്ഷെ നമുക്ക് അമ്മയെ വിളിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കാർത്തികയിലെത്തി. വീട്ടിനുള്ളിലേക്ക് കയറുന്നില്ല, അമ്മ ഇങ്ങോട്ട് വരും. അതെ, സമയം പഴാക്കരിക്കാനാണ് കാറ് കയറ്റണ്ടെന്ന് വിചാരിച്ചത്. എത്തി. അപ്പോൾ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരം മേടിക്കാം. നമ്മുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, അമ്മയെ വിളിച്ചു. ഇനി നമുക്ക് പലഹാരം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ സൈഡ് മൊത്തം ഷോപ്പുകളാണ്. അതിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ക്വാളിറ്റിയും നല്ല ഫ്രഷുമാണ് ഇവിടുത്തെ പലഹാരങ്ങൾ. അപ്പോൾ അമ്മ 5 മാസമാണ്, 5 ഐറ്റം പലഹാരമാണ് മേടിക്കേണ്ടത്. അവർക്ക് അച്ചപ്പം ഭയങ്കര ഇഷ്ടമാണ്. അച്ചപ്പം മുറുക്ക് അച്ചപ്പം മുറുക്ക് 2 ഐറ്റമായി. പിന്നെ ഭയങ്കര കുഴലപ്പം ഇങ്ങനെ ഉണ്ട്. കുഴലപ്പം 3. പിന്നെ ചെറിയ മുറുക്കുണ്ടോ ആതിരയ്ക്ക്, ആ മുറുക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ഐറ്റം മൈസൂർ പാക്കാണ്. മൈസൂർ പാക്ക് നമ്മളിവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആ 4 ഐറ്റം എടുത്തോളൂ. അച്ചപ്പം ആതിരയുടെ ഒരു ഫേവറേറ്റ് പലഹാരമാണ്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഇവിടെ വരാൻ കേട്ടോ, പലഹാരം മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുറുക്കുമായി അച്ചപ്പമായി അല്ലേ. ഇനി കുഴലപ്പം. ഇതെല്ലാം തട്ടിയ പൊട്ടുന്ന സാധനങ്ങളാണ്, പുറകിൽ കൊടുക്കാൻ പറ്റില്ല. ഞാനിത് ഡിക്കി വെച്ചിട്ട് വരാം സേഫായി. യെസ്, അപ്പോൾ അങ്ങനെ 2ാമത്തെ അജണ്ടയും കഴിഞ്ഞു. ഞാൻ പോയി മൈസൂർ പാക്ക് മേടിച്ചിട്ട്. ശ്രീനന്ദാസ് സ്വീറ്റ്സ് ഇവിടുത്തെ കരമനയിലെ ഏറ്റവും വെറൈറ്റി സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അങ്ങനെ ആതിരക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട മൈസൂർ പാവ് റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ 2ാമത്തെ അജണ്ടയിലുള്ള അവസാനത്തെ കാര്യവും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ നേരെ ആതിരയുടെ വീട്ടിലേക്ക് തന്നെയാണ്. കാറിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ആതിരയുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ കാർ വരുമായിരുന്നു. ഇതിപ്പോൾ ബാക്ക് സൈഡ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നത്. അങ്ങനെ നമ്മൾ ഒടുവിൽ എത്തിയിരിക്കുകയാണ് ആതിരയുടെ വീട്ടിലേക്ക്. കണ്ടോ, ആർക്ക് വേണമെങ്കിലും വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, കാരണം ലോക്ക് ചെയ്യാറില്ല അവർ. അമ്മ വരൂ. ഹായ്, ഞങ്ങൾ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലേ. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിരുന്നു, പറഞ്ഞില്ല. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് റെഡിയായി.
ഞാൻ ഇതുവരെ വന്നില്ല, ഫസ്റ്റ് ടൈമാണ് ആതിരയുടെ വീട്ടിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. ആദ്യം തന്നെ ഏറ്റവും ഇഷ്ടമുള്ള അച്ചപ്പം, മുറുക്ക്, മൈസൂർ പാവ്, കുഴലപ്പം, പിന്നെ നീ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞില്ല ചേട്ടാ എനിക്ക് വിരലിട്ട് കഴിക്കുന്ന മുറുക്ക്, അത് അന്വേഷിച്ചാണ് നടന്നത്. ഞാൻ നോക്കിയപ്പോ ആ ചേച്ചി വിരലിൽ വെച്ച അച്ഛനെ ചുറ്റിയിരുന്നു, അങ്ങനെ പോയി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വയറ് കാണാൻ വരുന്നൊരു ചടങ്ങാണെന്ന്. അപ്പോൾ ഇതായിരുന്നു, അങ്ങനെ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. 5 മാസം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ല, 5 നിറഞ്ഞു. അപ്പോൾ 5 ഐറ്റം പലഹാരം മേടിച്ചിട്ടുണ്ട്. അത് എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങൾ. നമ്മൾ കുറച്ച് നേരത്തെ എത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ലൈം പിഴിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ സമയം ലേറ്റാണ് ചാരി വെച്ചൊക്കെയാ. അപ്പോൾ നമ്മൾ ഇന്നലെയും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വിശേഷം എന്താണെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. എല്ലാവരും അറിയിച്ചു അല്ലേ? എല്ലാരും വിളിക്കാറൊക്കെ ഉണ്ടോ എന്തായി എങ്ങനെയുണ്ടെന്നൊക്കെ കാര്യം ചോദിച്ചു. കാരണം ഒരുപാട് നാൾ ഹൈഡ് ചെയ്ത് വെച്ചു, ആരോടും പറയാതെ. ഇനി അത് പറയരുത്, ഇനി ബാക്കിയുള്ളവരും കൂടെ എഴുതി വിടുന്നത് ഇനി ഒളിച്ചു വെക്കാൻ കഴിയില്ല. എനിക്കത് കേട്ട് കേട്ട് വയ്യ. അതിന്റെ താഴെയുള്ള കമന്റ്സ് വായിക്കാനുള്ള ത്രാണി ഇനി എനിക്കില്ല. ഇത് നമ്മൾ ഒളിച്ചു വെച്ചതല്ല. തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള ന്യൂസ് ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകാരോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേരുന്നത്. 2020 ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? 2020 കല്യാണം, പാലുകാച്ച് കല്യാണം നടന്ന അതേ വർഷത്തിൽ തന്നെയാണ് അതെ ഈ ഒരു വിശേഷവും അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കല്യാണം നടന്ന അതേ വർഷമല്ല, പോ ചേട്ടാ, 2020 ഞാൻ ഉദ്ദേശിച്ച വെഡിങ് ആനിവേഴ്സറി ഫസ്റ്റ് ഒരു വർഷത്തെ തന്നെ വെഡിങ് ആനിവേഴ്സറി ആ മാസം തന്നെ അത് റിവീൽ ചെയ്യാൻ പറ്റും. ഞാൻ അതാ ഉദ്ദേശിച്ചത്, രണ്ടും കൂടി ഒരു മാസമാണെന്ന് ഉദ്ദേശിച്ചത്. ഒരു അഭിനേത്രി അല്ലെങ്കിൽ മറ്റ് ആങ്കർ എന്നുള്ളതിനൊക്കെ മാറി ഇനി അമ്മ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി അല്ലേ? അത് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും കളിയാണ് ഇവിടെ, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. വേറെ ഒരിടത്തും പോണ്ട. 4 പെൺമക്കളെ പ്രസവിച്ച് വളർത്തിയ ഒരു അമ്മയുണ്ട്, വേറെ ആര്? അതുകൊണ്ടാണ് എനിക്ക് റെസ്പോൺസിബിലിറ്റി വരാത്തത്. അമ്മ നോക്കിക്കോളുമല്ലോ. റോൾ മോഡൽ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. 4 പേരിൽ ഏറ്റവും അമ്മ ഈ കടശി കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്ന് പറയാം. അങ്ങനെ ആയിരുന്നു ആതിര? എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഏറ്റവും ഇളയാള്. എല്ലാ മക്കളും ഒരുപോലെയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം ബാക്കി എല്ലാരും ഹോസ്റ്റൽ. അങ്ങനെ ഞാൻ വീട് വിട്ട് പോയിട്ടേ ഇല്ല, വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ അമ്മ തന്നെ നോക്കിക്കോളും. ഈ 4 വ്യത്യാസമുണ്ട്. ഈ 4 പെൺപിള്ളേരെന്ന് പറയുമ്പോൾ എല്ലാവരും 4 പെൺപിള്ളേർ. അപ്പോൾ എന്തായിരുന്നാലും അമ്മ ഒരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്തത് എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അല്ല, പക്ഷെ ആൺകുട്ടികളെക്കാളും ഈ കുടുംബത്തിൽ എല്ലാവർക്കും പെൺകുട്ടികളോടാണ് താല്പര്യം. അമ്മ പെൺകൊച്ചിനെ അല്ലേ വെയിറ്റ് ചെയ്യണേ അല്ലേ? കണ്ടാ, പെൺകുട്ടികളോടാണ് ഇഷ്ടം. പെൺകുട്ടികളാകുമ്പോ നമ്മുടെ കയ്യിൽ നിൽക്കാൻ ആൺകുട്ടികളെ കൺട്രോൾ ചെയ്ത് വളർത്താൻ പാടാണ്. ഇതെന്റെ ഭർത്താവ് ഇന്ന് ഈ എപ്പിസോഡ് കണ്ട അമ്മയുടെ കാര്യത്തിൽ തീരുമാനമാവും. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പറഞ്ഞേ ഉള്ളൂ, ഇനി വേലിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു പോരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആൺപിള്ളേരോടൊക്കെ വിരോധം എന്നാണ് രാജീവ് പറയുന്നത്. അപ്പൊ അവിടെ പെണ്ണായാലും പ്രോബ്ലം ഒന്നുമില്ല, ആരോഗ്യമുള്ള ഒരു ബേബി അതാണ് വേണ്ടത് അല്ലേ? അപ്പൊ ചേച്ചിമാർക്ക് 3 പേർക്കും എല്ലാം പെൺമക്കളാണോ? അല്ല, ഒരാൾക്ക് മാത്രമാണ്. അപ്പോൾ അത് അടിപൊളിയല്ലേ? എല്ലാവരും ഇങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാണ് കിട്ടുക. അപ്പോൾ അമ്മയ്ക്ക് എന്താ ഈ പറഞ്ഞതുപോലെ അങ്ങനെയായിരുന്നു അമ്മയുടെയും? വീണ്ടും പെൺകുഞ്ഞിന് വേണ്ടി തന്നെയാണോ അമ്മ 4 പേരെയും പ്രസവിച്ചത്? അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ബാൻഡ്. ഈ സമയത്ത് പറയാൻ പറ്റൂല. പിന്നെ ആ ഒരു കാര്യം, ഇപ്പം ഹോസ്റ്റലിലൊന്നും പോയില്ല എന്ന് പറഞ്ഞു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പഠിച്ച സമയത്തൊക്കെ. അപ്പൊ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയോ? അയ്യോ ആതിരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു. അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പം. വിഷമം ഉണ്ടായിരുന്നു. എന്തിനാ വിഷമിക്കുന്നത്? ട്രിവാൻഡ്രത്തുള്ള പയ്യൻ തന്നെയല്ലേ ഇവിടുന്ന് വിളിച്ച? 4 കിലോമീറ്റർ അപ്പുറത്ത് മിക്ക ദിവസം ഒരു സെക്കൻഡ് പോലും പിരിയാനെന്ന കൊച്ചാണ്. പെട്ടെന്ന് അങ്ങ് പോയപ്പോ ഭയങ്കര വിഷമായിരുന്നു. അത് അവളും അങ്ങനെയാണ്. അമ്മ പോയിട്ടേ ബാക്കുള്ളൂ. അമ്മയോടാണ് ഭയങ്കര സ്നേഹം. നമുക്ക് ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ അറിയാം. അമ്മ 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 2 അമ്മമാർ. എനിക്ക് തോന്നുന്നു ആതിരയുടെ അമ്മ നൊന്ത് പ്രസവിച്ച അമ്മയെ പോലെ തന്നെയാണ്. ഓപ്പണാണ് കേട്ടോ അവിടുത്തെ അമ്മ. മകള് മാത്രമല്ല, എന്റെ ഫ്രണ്ട് കൂടെ ആണ്. എല്ലാം പറയാം, ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും പറയും. സീക്രട്സ് ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ, എല്ലാം പറയും.
ഈ നമ്മുടെ എനിക്ക് തോന്നുന്നു കുടുംബവിളക്ക് സിനിമ പോലും ചെയ്തിട്ടാണ് അതിലെ കുടുംബവിളക്ക് ചെയ്തത്. അത് ഒരുപാട് പേർക്ക് അറിയാം. നമ്മളെ ലൂസിഫർ എത്ര 200 കോടി ഈ ചോദ്യം ഞാൻ ബാൻ ചെയ്തിരിക്കുന്നു. 200 കോടി ക്ലബിൽ വന്ന സിനിമയിൽ അഭിനയിച്ച അഭിനേത്രിയാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. അപമാനിക്കാനാണോ ഇവിടെ വന്നത്? ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ, അതും ടൊവിനോയുടെ ട്രെയിനർ അല്ലേ? ടൊവിനോയെ ദൈവമേ, എനിക്ക് ഇനി ഇത് വയ്യ. ക്യാരക്ടർ അതല്ലേ സത്യം പറഞ്ഞ? ക്യാരക്ടർ എന്ന് പറയാനൊന്നും ഇല്ല, പേരും നാളൊന്നും ഇല്ല, വെറുതെ നിൽക്കുന്ന ഒരാള്. പിന്നെ ഈ പലരും പറഞ്ഞു ചേട്ടാ ഇനി അത് പറയരുത്, എല്ലാ ആൾക്കാരും ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു, അങ്ങനെ അതിന് താഴെ പല പല കമന്റുകളൊക്കെ വന്നു തോന്നുന്നു. ആക്ച്വലി ആ സാധനം വെഡിങ് ആനിവേഴ്സറി ഡേ അല്ലേ, ആ ദിവസം അനൗൺസ് ചെയ്യാം. പിന്നെ ഒന്ന് സേഫ് ആവട്ടെ, അല്ലെങ്കിൽ സേഫ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ എല്ലാരും 3 മാസം കഴിഞ്ഞല്ലേ പുറത്ത് പറയാം. അതുവരെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പോലും എനിക്ക് മറ്റേ പേഷ്യന്റ് റെക്കോർഡ് തരുന്നത് എന്റെ 3 മാസത്തെ സ്കാൻ കഴിഞ്ഞിട്ടാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ വിചാരിക്കും കൂടെ ഉണ്ടായിരുന്നവരും അഭിനയിച്ച എല്ലാവരും നമ്മൾ അറിഞ്ഞു വന്നു. പക്ഷേ ഒരു കാര്യം, ഇത് കൺഫേം ആയതിനു ശേഷം പോലും രഹസ്യമായി വെച്ചിരുന്നിട്ട് നമ്മളോട്, കാരണം ഇപ്പം ക്യാരിയിങ് ആയി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ നമ്മൾ അറിയും, അത് ന്യൂസ് വരാറുണ്ട്, അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ അറിയും. ഇപ്പോൾ അതിനെ പുറത്ത് വിട്ടത് എനിക്ക് തോന്നുന്നു 4 മാസങ്ങൾക്ക് ശേഷമാണെന്ന്. പക്ഷെ ഞങ്ങളോട് വന്ന് എന്നോട് ലൊക്കേഷനിൽ പറഞ്ഞ ഒരു അനുഭവമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ദിവസം വന്നു ഇങ്ങനെ, ചേട്ടാ, അപ്പം ഞാൻ ഇങ്ങനെ, ചേട്ടാ എനിക്ക് ഓർമ്മയില്ല ഇത്, ചേട്ടാ. അപ്പൊ സാധാരണ ഡ്രസ്സുകളെല്ലാം വെറൈറ്റി ഡ്രസ്സുകളാണ് ഉപയോഗിക്കാറ്. പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്നതായിരിക്കും, വയറ് തൊട്ട് കാണിച്ചാണ്. ഞാൻ ക്യാരിയിങ് ആണെന്നുള്ള കാര്യം. അപ്പൊ അതുപോലെ നമ്മളോടും അങ്ങനെ അത്രയും കുറച്ച് സീക്രട്ട് ആയിട്ടാണ് പറഞ്ഞത്. അല്ല ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നത് നമ്മളൊന്നും അങ്ങനെ നമ്മളും അങ്ങനെ നേരത്തെ എന്ന് പറഞ്ഞാൽ തലയിറങ്ങി വീണ് എന്നെ പിടിച്ചത് ചേട്ടനും രേഷ്മയും കൂടെയാണ്. ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും അറിഞ്ഞു ക്യാരിയിങ് ആണെന്ന്. അപ്പൊ ഭയങ്കര നല്ല എനർജി ലെവലിൽ നിൽക്കുന്ന ആള് വളരെ പെട്ടെന്ന് കാറ്റ് തുറന്നിട്ടാണ് പെട്ടെന്ന് ഡിഫ്യൂസ് ആവും. അപ്പം അത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. അതുകൊണ്ട് എവളുള്ളപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കും റെഡി ആയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സീൻ റെഡിയായി നിൽക്കുന്നു, സീൻ വായിച്ചു, റിഹേഴ്സലിൽ സീൻ വായിച്ച് കേട്ടു, സീനൊക്കെ വായിച്ചുകൊണ്ട് പറഞ്ഞു തൊണ്ട ഡ്രൈ ആവുന്നു, കുടിക്കാൻ എനിക്ക് കട്ടൻ തരാമോ? അല്ലപ്പോ അത് നമ്മുടെ സീനിന് വേണ്ടി എന്റെ കയ്യിൽ കട്ടനുണ്ട്. അപ്പൊ ഞാൻ ആ കട്ടനും പിടിച്ചിങ്ങനെ നിക്കുവാണ്. അപ്പൊ അനിരുദ്ധ ബെഡിലിരിക്കുന്നു, ഞാൻ ഇങ്ങനെ നിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ കട്ടൻ അവർ അപ്പം ഇട്ടോണ്ട് അത് പറയണം, പ്രത്യേകിച്ച് പറയണം. കാരണം അത് അനുഭവിച്ചറിഞ്ഞ സീനിൽ അത് കുടിക്കുന്നില്ല, കൊണ്ട് തരുമ്പോൾ അനിരുദ്ധ ദേഷ്യത്തോടു കൂടി വാങ്ങിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതേ ഉള്ളൂ, അത് കുടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ അടുപ്പിൽ നിന്ന് തേയില വെള്ളം വെട്ടി തിളയ്ക്കുന്നതെന്ന് അതേ കണക്ക് ഗ്ലാസ്സിലെടുത്ത് ഒഴിച്ചു കൊണ്ടുവന്നു. കാരണം നമ്മൾ കുടിക്കുകയാണെങ്കിൽ മാത്രമേ അത് തണുപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കൊണ്ടുവന്ന് സഞ്ജനയുടെ കൊടുക്കുകയാണ്. ഈ ഷോട്ടിൽ സഞ്ജനയാണ് എനിക്ക് കൊണ്ടുവരുന്നത്. സംഭവം ഇത് നടക്കുന്ന സമയത്ത് ഇവർക്ക് തലച്ചുറ്റിൽ വന്ന സമയത്ത് ആ കപ്പും സോസറും ഇവളെ കയ്യിലായിരുന്നു. ഇവളും വെച്ചോണ്ട് നിന്നിട്ട് ഓർമ്മയിൽ ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആനന്ദ 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും റെഡിയായി നിൽക്കുക ഷോട്ടിന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവൾ ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് തല കറങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലായി, വീഴാൻ പോകുന്നു മനസ്സിലായി. അപ്പോൾ അവിടെ തടിയിലുള്ളൊരു സ്റ്റൂളുണ്ട്. അപ്പം ഇനി വയറങ്ങനെ തട്ടി വീണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ വേഗം അങ്ങ് പിടിക്കാം. അപ്പം നമുക്ക് അങ്ങനെ സാധാരണ ഒരാളെ അങ്ങനെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുമ്പോൾ ഒരാളെ പെട്ടെന്ന് ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് എനിക്ക് പറ്റുന്നില്ല. ഇവിടെ വെയിറ്റ് താങ്ങി ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ആ തിളച്ച വെള്ളം എടുത്ത് ആ ഗ്ലാസ് കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പം എൻ്റെ പാൻസിലൂടെ ട്രാക്ക് ഷൂട്ടാണ്, അറിയാലോ, ബനിയൻ്റെ ഒരു ബനിയൻ ക്ലോത്താണ്. ഹിരോഷിമ മുതൽ നാഗസാക്കി വരെ ഒരു പൊള്ളലായിരുന്നു. എനിക്ക് വിടാൻ പറ്റുമോ? തറയിൽ വീണല്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ചെല്ലാം നോർമലായ ശേഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ റെഡി. ആ കയ്യിലത്തെ ആ ഗ്ലാസ്സും അത് എന്ത് ചെയ്തു കേട്ടോ, ഗ്ലാസ് താഴെ വീണു, ബാക്കി ആ തിളച്ച കട്ടൻ മുഴുവൻ എൻ്റെ കാലിൽ കൂടെയാണ് വീണത്. അപ്പം അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. നീ അത് ബേബിയോടും പറയണം. മോൻ വന്നാലും മോള് വന്നാലും അമ്മ ആദ്യമായിട്ട് ക്യാരിങ് ആയതിനു ശേഷം ആദ്യമായിട്ട് തലയിറങ്ങി വീണപ്പോൾ ഈ അങ്കിളാണ് മോനെ അല്ലെങ്കിൽ മോളെ ഒരു കുഴപ്പവും സംഭവിക്കാതെ പിടിച്ചതെന്ന്. പിന്നെ എപ്പോഴും അതിൽ പറയും കേട്ടോ, ചേട്ടൻ്റെ ഈ കലവല ശബ്ദമായിരിക്കും കൊച്ചു കേൾക്കുന്നത്. അതാണ് ചേട്ടൻ ഇങ്ങനെ തമാശ പറഞ്ഞ് എന്നെ സെറ്റിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ സെറ്റിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ആനന്ദേട്ടൻ വന്നിരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെ ആനന്ദേട്ടൻ ഉണ്ടെങ്കിൽ നല്ല വൈബാണ്, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം വരും, അപ്പോൾ കൊച്ചും ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ എന്നിങ്ങനെ വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളൊരു നുള്ളലോ അല്ലെങ്കിൽ ഒരു പിച്ചോ ഒരു ഇടിയോ എന്തെങ്കിലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും തമാശ പറയട്ടെ, മൂഡ് ഔട്ട് ആകുമ്പോൾ ഞാൻ എപ്പോഴും ആനന്ദേട്ടൻ അടുത്ത് പോയി പറയാം, ആനന്ദേട്ടൻ എന്തെങ്കിലും പറ,
എന്ന് പറയും. അപ്പം എൻ്റെ മൂഡൊന്ന് ഓക്കെ ആവും. പിന്നെ എനിക്ക് തോന്നുന്നു ആനന്ദേട്ടൻ ഈ ഭയങ്കര ഒരു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര നല്ലൊരു ഫാമിലി മാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മിനി ചേച്ചി 2 പിള്ളേരൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അറിയുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ആനന്ദേട്ടൻ്റെ അടുത്തായിരുന്നു ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ട് സോൺ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥ പറഞ്ഞ പോലെ രാജീവിൻ്റെ കഥ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം നിങ്ങൾ അങ്ങനെയൊന്നും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. നമ്മുടെ ലൊക്കേഷനിലുള്ള നമുക്ക് കുറച്ച് അടുത്തവർക്ക് അറിയാവുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അപ്പോൾ ഈ സുഹൃത്തുക്കളാവുന്നതിന് മുമ്പേ ഇഷ്ടക്കുറവായിരുന്നോ? സുഹൃത്തുക്കളാവുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യല്ലേ, അപ്പം ഇങ്ങനെ കാണുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ രാജീവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആ ചെക്കൻ എന്നെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ രാജീവിൻ്റെ അടുത്ത് പോയിട്ടാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സ്കെച്ച് എന്നാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. അത് അവൻ സ്കെച്ച് ഇട്ടിരിക്കുന്നു എന്നത് അവൻ രാജീവിൻ്റെ അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ രാജീവ് ഇങ്ങനെ ഓക്കെ അങ്ങനെ. അപ്പം ആ സമയത്ത് രാജീവിനും ഇഷ്ടമുണ്ട് ഉള്ളിൽ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാജീവിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്തോ കാണുമ്പോഴേ എനിക്കൊരു എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലുതായിട്ട് മിണ്ടാനൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഒരു അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്, അച്ഛനെ കുറിച്ച്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും ഇനി പറയാൻ വയ്യ. രാജീവ് ആക്ച്വലി മീഡിയേറ്റർ ആയിരുന്നോ? ഈ മറ്റേ മീഡിയേറ്റർ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ഈ രാജീവിന്റെ ശബ്ദം ഭയങ്കര ഒരു ബാസുള്ള ശബ്ദമല്ലേ, അപ്പം ഈ ശബ്ദമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആദ്യമേ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എന്തോ ഇയാളിങ്ങനെ പാവം പോലെ അഭിനയിക്കുന്നതാണോ അതോ പാവമാണോ അങ്ങനെ എന്തോ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത് ആരിത് ഇങ്ങനെ സൗണ്ട് ഭയങ്കര. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒരു നോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും രാജീവും പ്ലാൻഡ് അല്ല, ഞാനും നമ്മൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടാ ലൈൻ ആവുന്നൊന്നും. പിന്നെ അത് എങ്ങനെയൊക്കെയോ അങ്ങനെ അങ്ങ് സംഭവിച്ചു. പക്ഷെ ലൈനായി അങ്ങനെയാണെങ്കിലും പ്രപ്പോസ് ചെയ്ത സമയത്തും അതിനെ പറഞ്ഞത് വീട്ടിൽ നിന്നൊരു സംഭവം അത് പിന്നെ അത് ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര, ഞാൻ ആദ്യം ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞത് എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞു. കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് വീട്ടിൽ വന്ന് ചോദിക്കണം, എന്നിട്ട് സമ്മതിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞു, രാജീവ് മാത്രം വന്ന് പറഞ്ഞു. അമ്മ അച്ഛനോട് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി, അതവിടെ ഒരു കഥയുണ്ട്. അച്ഛൻ അപ്പൊ എന്ത് ചെയ്തു, അച്ഛന്റെ ഓഫീസിലെ ഒരാള് വഴി ഈ വീട് ഏരിയ അന്വേഷിച്ചു, രാജീവിന്റെ. അപ്പൊ ആ നെയ്ബർ എന്ത് ചെയ്തു, അവിടെ വീട്ടിൽ പോയി പറഞ്ഞ മോന് കല്യാണമായല്ലേ ഇങ്ങനെ ഒരാള് വന്ന് അന്വേഷിച്ചു. അവർ ഈ കാര്യമേ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവരെ എപ്പോ ഇവിടെ പയ്യനെ കുറിച്ച് അന്വേഷിച്ചതുപോലെ അവരെ അറിഞ്ഞിട്ട് പെൺവീട്ടുകാരെ അന്വേഷിച്ചാണെന്നുള്ള രീതിയില്. പക്ഷെ അത് അച്ഛനത് അറിയില്ലല്ലോ. പക്ഷെ രാജീവ് വന്ന് ചോദിച്ചപ്പം ഒഫീഷ്യലി വരുന്ന പോലെ തന്നെയാണ്. അതിപ്പോ ഒബിയസ്ലി ഇവര് അച്ഛനാകുമ്പോ അന്വേഷിക്കൂലേ. നമുക്ക് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പതുക്കെ. ഞാൻ അതാണ് പറയാൻ വന്നത്, ആഹാരത്തിന്റെ കാര്യം പറയാൻ വന്നത്. ആഹാരം തരാനല്ല, കുടുംബ അതിനെ കുടിക്കുമല്ലോ. ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് ചുമയായിട്ടിരിക്കുക. തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, എന്നാലും വലിയ തണുപ്പില്ല. ഞാൻ ചോദിക്കാൻ വന്നത് അറിയോ, കുടുംബവിളക്കിലേക്ക് വന്നതിന് ശേഷം പലരും ചോദിച്ചു ചേട്ടാ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചേട്ടാ മെലിഞ്ഞോ, പ്രായം. കാരണം സുമിത്രാമ്മ പറയുമല്ലോ ഇപ്പം എപ്പിസോഡിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം, അപ്പം മൂത്ത മകന് 24 വയസ്സേ പാടുള്ളൂ. അപ്പം സത്യത്തിൽ ഞാൻ കുറച്ച് ഡയറ്റ് ചെയ്തൊക്കെ വന്നു. പക്ഷെ ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് എന്നോട് എല്ലാവരും ചോദിക്കണം ചേട്ടൻ വീണ്ടും വണ്ണം വെച്ചോ, ചേട്ടൻ നന്നായോ എന്ന്. സംഭവം എന്താണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കാരണം ഇന്നലെ വരെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പോഷകാഹാരങ്ങളാണ്. ലൊക്കേഷനിൽ സമയാസമയം എനിക്ക് ഓറഞ്ച് കിട്ടുന്നുണ്ട്, ആപ്പിൾ കിട്ടുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ച് ഞാൻ 2 മാസം കൊണ്ട് ഞാൻ നന്നായി. ഇതൊക്കെ ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോ എനിക്ക് വ്യത്യാസം തോന്നി, ഫുഡൊക്കെ കുറച്ച് വെച്ചതായിട്ട്. അല്ലാതെ പാവപ്പെട്ട ആ ചേച്ചിയുടെ ജോലിയും കളഞ്ഞ് വീട്ടിൽ ഇരുത്തി കുക്ക് ചെയ്ത് മിനി ചേച്ചിയുടെ ഭക്ഷണം കഴിച്ചിട്ടല്ല. മിനി ചേച്ചിയുടെ കഥയൊക്കെ കേൾക്കണ്ടേ, പാവം. നല്ല എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു? 13 വർഷത്തെ കോസ്മോയിലെ എക്സ്പീരിയൻസ് കളഞ്ഞ് ജോലി കളയിപ്പിച്ച് വീട്ടിൽ ഇരുത്തി. എന്തിന്? മയണൈസ് തിന്നാൻ. എന്നിട്ട് വെറുതെ മയണൈസ്, മുട്ടക്കറി, നത്തോലി തോരൻ ഇതൊക്കെ ഉണ്ടാക്കിപ്പിച്ച് സെറ്റി കൊണ്ടുവരും. എന്നിട്ട് പറയും ഇല്ല അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാൻ, നമ്മൾ കഴിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമെന്ന്. ആണോ മിനി ചേച്ചി? ആണോ? ഓഹോ, എല്ലാരെയും കൊണ്ട് പറയിപ്പിച്ചപ്പോ സമാധാനമല്ലോ.
നല്ലതായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഭയങ്കര നല്ല കുക്കാണ്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ ഞാൻ ആനന്ദേട്ടൻ്റെ അടുത്ത് ചോദിക്കും റെസിപ്പി ഒന്ന് ചോദിക്കണേ. അപ്പോൾ ആനന്ദേട്ടൻ പറഞ്ഞു അത് മക്കൾക്കും ഭർത്താവിനും വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക രുചി വരുന്നതാണെന്ന്. എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനത്തിന് അത് വേറെ അഡീഷണൽ ഒന്നും ഇടുന്നില്ല. മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു, ആവശ്യത്തിന് ഉപ്പിടുന്നു, സവാള ഉള്ളി അരിഞ്ഞിടുന്നു, പിന്നെ മുളകും. ഇത് ഇടുമ്പോൾ അതെന്താ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും. സ്നേഹം. എനിക്ക് പക്ഷേ മിനി ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. കാര്യം എനിക്കൊരിക്കലും പറ്റൂല ഇങ്ങനെ പെട്ടെന്ന് 13 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വീട്ടിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇത് ആലോചിക്കാം. എനിക്ക് ഇപ്പോഴേ മറ്റേ ചാടി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മറ്റേ ഡിപ്രസ്ഡ് ആയാണ് ചില ദിവസമൊക്കെ ഇരിക്കുന്നത്. പക്ഷെ മിനി ചേച്ചി എടുത്ത് നോക്കിയപ്പോൾ ചേച്ചി പറയും എനിക്ക് സമയം തികയുന്നില്ല, എനിക്ക് പിള്ളേരെ നോക്കി മതിയാവുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പേടിപ്പിച്ച് പറയിപ്പിക്കുന്നതാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ജോലിക്ക് പോയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്ന സൂക്ഷിച്ച് വേണം. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ബോറടിച്ചു തുടങ്ങും. കാരണം 8 മണിക്കൂറും 10 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ജോലിക്ക് റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുമ്പോൾ നിനക്ക് ബോറടിക്കുന്നു. പക്ഷേ ഈ ജോലി റിസൈൻ ചെയ്തിട്ടും അങ്ങനെ ഫ്രീ ടൈം കിട്ടുകയോ ഒരിടത്തിരുന്ന് ഉറങ്ങുന്നതൊന്നും കാണാനില്ല. എപ്പോഴും അതൊതുക്കി ഇതൊതുക്കി വീട് ഒതുക്കി നടു ഒതുക്കി ഒരു സാധനത്തിന്റെ മണ്ടേ കയറി എന്തോ അടിച്ചതാ, എന്നിട്ട് തറയിൽ വീണ് നടുവൊക്കെ പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. ഈ നമ്മുടെ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ചാനലിൽ ഈ ഒരു സാധനം എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നത് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇവള് വെളിപ്പെടുത്തുന്നില്ല, ഇവള് ഈ കാര്യം വെളിപ്പെടുത്തുന്നില്ല, ഇവിടെ ആരോടും പറയുന്നില്ല. രഹസ്യം. അവസാനം ഞാൻ ചോദിച്ചു നീ ഈ കാര്യം രാജീവിനോട് പറഞ്ഞു, രാജീവിനോട് പറഞ്ഞു. അതും വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് പറയാൻ വെച്ചൊക്കെയാണ്. അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരു 5-ാം മാസത്തെ വയറ് കാണൽ നമ്മൾ കാരണം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ എത്രയാവുന്നു. അല്ലെങ്കിൽ നവംബർ ആവുമ്പോൾ ആനന്ദേട്ടൻ ഓൾറെഡി ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ആനന്ദേട്ടൻ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ചെയ്യാം നമുക്ക്. പക്ഷെ ചതിച്ചാശാനെ ചതിച്ചു ഇഷ്ടമില്ലാതെ നമ്മൾ വന്നതാണ്. പക്ഷെ വന്നത് ഈ ഒരു ക്രൂവിലേക്ക്. ഇപ്പോൾ ഒരുപാട് സീരിയലുണ്ട്. അപ്പോൾ ഒരു അനുഗ്രഹം വേണം ദൈവത്തിന്റെ. നല്ല റേറ്റിംഗ് പോകുന്ന ഒരു സീരിയൽ, അത് ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെ ഒരു ടീമിൽ വന്നിട്ട് ആ ഒരു ടീം എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട് മീൻസ് ഓവറോൾ. ഇപ്പം ഞാനുണ്ട്, അപ്പോൾ എന്നോടത് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ, അതിൽ വന്നില്ലായിരുന്നു എനിക്കൊരു തീരാ നഷ്ടമായിരുന്നു. ശരിയാണ്, അത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്. ഈവൻ ഡയറക്ടർ ഉൾപ്പെടെ നമ്മുടെ ക്രൂ ഫുൾ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ആണെങ്കിലും. ഇപ്പം ലതിക ചേച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, വേറെ ഒരു സെറ്റിലും ഇങ്ങനെ കാണാറില്ല. നമ്മുടെ സെറ്റിൽ ആർട്ടിസ്റ്റ് വേറെ, ടെക്നിക്കൽ ടീം വേറെ, ക്യാമറ ടീം വേറെ, അങ്ങനത്തെ ഒരു സാധനം നമുക്കില്ല. നമ്മൾ ആർട്ടിസ്റ്റും എല്ലാവരും ഒരേപോലെയാണ്. ആർക്കും അവിടെ ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു സംഭവം കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് ആനന്ദേട്ടനൊക്കെ കുറച്ചുകൂടെ പറയാൻ അറിയായിരിക്കും. എന്താണെങ്കിലും എനിക്ക് അറിയാവുന്നിടത്തോളം എന്താ നമ്മൾ ഭയങ്കര ബോണ്ടിങ് ആണ് നമുക്ക്, അല്ലേ എല്ലാവർക്കും. നമ്മുടെ അതായത് ഡയറക്ടർ മഞ്ജു സാറ്, അസോസിയേറ്റ് ഉണ്ട് ഷാജാനിക്ക, പിന്നെ 1-2 അസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവർക്ക് എപ്പോഴും ചീത്ത വിളി കിട്ടുക. അത് എടുത്തില്ലേടാ, ഇത് എടുത്തില്ലേടാ, അതിലേടെ പൊട്ട് കണ്ടിട്ട് നോക്കില്ലേടാ, കമ്മലെടുത്തില്ലേടാ, അതിന് ബാഗിൻ്റെ കണ്ടിട്ട് നോക്കി. അപ്പം ഇപ്പം ഈ ഒരു നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പറയണത് ഞാൻ കേട്ടതാണ്, സാർ ഇനിയിപ്പോൾ എന്നെ കൊന്നാലും ശരി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ലൊക്കേഷനിൽ നിന്ന് പോകില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താടാ ചേട്ടാ, രാവിലെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ 10 മണിയാകുമ്പോൾ ചിക്കൻ പഫ്സ്. ആക്ച്വലി 10 മണിക്ക് നമ്മുടെ നാരങ്ങ വെള്ളം ബിസ്ക്കറ്റും ഉണ്ട്, അല്ലെങ്കിൽ കട്ടനും ബിസ്ക്കറ്റും. ഈ ചിക്കൻ പഫ്സ് എന്ന് പറയാൻ കാരണം ഞങ്ങളിവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ അതിനാ ചിക്കൻ പഫ്സിന് ഷെയർ. അപ്പം ചേട്ടാ എത്ര 50-100 ഗൂഗിൾ പേ ചെയ്യുന്നു. ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ആരെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ സാറ് തന്നെ വന്ന് പൈസ പപ്സിന്റെ പിരിവ് എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാരും ഗൂഗിൾ പേ ഒരു ദിവസം ചിക്കൻ പപ്സ്, അടുത്ത ദിവസം മുട്ട പപ്സ്, അടുത്ത ദിവസം ആ സമയമാകുമ്പോഴത്തേക്കും കപ്പലണ്ടി, പിന്നെ മീറ്റ് റോള്. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഇടുന്നു അല്ലെങ്കിൽ ഇയാൾ ഇട്ടില്ല, ഞാൻ ഇത്ര കാശ് കൂടുതലിട്ടു, ഇന്നലെ ഞാൻ ഇട്ടു, ഇന്ന് എന്നോട് ചോദിക്കേണ്ട അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഒരു ഫാമിലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണായിട്ട് അപ്പോൾ കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു അതിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നൂബിനെ കുറിച്ച് അല്ലെങ്കിൽ കെ കുറിച്ച് എല്ലാരും ഇപ്പൊ കെ നൂബിൻ എന്ന് പറഞ്ഞാല് തുടക്കം തൊട്ട് ഞാൻ വന്നപ്പോ തൊട്ട് സത്യം പറഞ്ഞാൽ കെ നൂബിൻ, ശ്രീജിത്താട്ടൻ ഈ 3 പേരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ. അപ്പൊ തൊട്ടേ ഇവര് 3 പേരുമായിരുന്നു. അപ്പൊ ഞങ്ങള് എന്നെ കൂട്ടില്ലായിരുന്നു കേട്ടോ ആദ്യം. ആനന്ദേട്ടൻ അപ്പൊ ഇല്ല. അല്ല ഞാൻ വന്നതിന് ശേഷം ആദ്യം എനിക്ക് ഭയങ്കര വിഷമം. ഇവരൊരു ബെൽറ്റ് ആണ് ഫുൾ. അപ്പോൾ നമ്മൾ ഞാൻ വെച്ച് മാറി വന്നേണ്ടിരിക്കും. പിന്നെ നൂബിൻ തീർച്ചയായിട്ടും എൻ്റെ അനിയനായിട്ട് ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നത്. തൊട്ട് മുന്നത്തെ സീരിയലിനകത്ത് നൂബിൻ എൻ്റെ അനിയനായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ നമ്മളെ കാണുമ്പോൾ നമ്മളെ ഈ താടി മീശയെ കാണുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ഹെഡ് വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജാടായിരിക്കും, മുടയായിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. ആ ഒരു സ്നേഹക്കുറവുണ്ടായിരിക്കുന്നുള്ളൂ, ചെറിയൊരു ഡിസ്റ്റൻസിൽ നിന്നത്. പിന്നെ ഡെലിവറിയുടെ കാര്യം പറഞ്ഞത്, ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞെനിക്ക് തോന്നുന്നു ആദ്യം അത് മോനായാലും മോളായാലും ആദ്യം മനസ്സിലാക്കുന്നത് നിന്നെ ആയിരിക്കും. അത് നിൻ്റെ ആ ഒരു
വോയിസ് ആയിക്കോട്ടെ എന്താണെങ്കിലും അപ്പം ഇങ്ങനെ അടുത്ത് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ നെട്ടി തിരിഞ്ഞൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാജീവനായിരിക്കും. ഈ നിങ്ങൾ രണ്ടുപേരെയും ഈ വീട്ടിലുള്ളവരൊക്കെ അമ്മയൊക്കെ കൂടെ കാണുമല്ലോ. അത് കഴിഞ്ഞ് കൊച്ചിങ്ങനെ തല ഞെട്ടി നോക്കുന്നെങ്കിൽ അത് എന്നെ ആയിരിക്കും. കാരണം എൻ്റെ സൗണ്ട് കേട്ട് അത് ഈ ശബ്ദം മറ്റേ ഞാൻ കേട്ട കലബല ആ സൗണ്ട് വരുന്നില്ലല്ലോ. അല്ലേ മിനി ചേച്ചി? അതാണ് കാണാൻ വരും. മിനി ചേച്ചി 2 രണ്ടുപേരും ആമി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു അച്ഛ എവിടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങ് വന്നേ. ആനന്ദേട്ടൻ എപ്പോഴും എന്നോട് പറയും കേട്ടോ, ഇങ്ങനെ എന്താ ആമി എന്ന് പറഞ്ഞാൽ നൊങ്ക് കഴിച്ചിട്ട് ആണ് ആമി ഇങ്ങനെ ആയത്. മിനി ചേച്ചി സെക്കൻഡ് ആമീനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഫുള്ള് നൊങ്കായിരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന ഒരേ ബഹളമാണ്. നൊങ്കവിടെ ആനന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും, എനിക്ക് വന്ന് എൻ്റെ നെയ്യാറ്റിൻകര ഉള്ള ബന്ധുക്കളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കാണ് എപ്പം നൊങ്ക് കിട്ടിയാലും കൊണ്ടുവരണമെന്ന്. ഞാൻ നൊങ്ക് കഴിച്ചിട്ട് എൻ്റെ കൊച്ചിന്റെ സ്കിൻ ഇങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരും. തെങ്കാശി പട്ടണത്ത് എവിടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ സ്റ്റേ നൊങ്ക് ഹോൾസെയിൽ മേടിക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അങ്ങനെ നമുക്കും അറിയില്ലായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ നൊങ്കെന്നൊരു ഫാക്ടറിയിലേക്ക് എത്തിയത്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി മിനി ഇറങ്ങുന്നു. പിന്നെ വെള്ളായണി ജംഗ്ഷൻ കഴിഞ്ഞ് അപ്പോഴേ ഒരു പ്രാവശ്യം ഒമിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഇന്ന് ഡ്യൂട്ടിക്ക് ആളില്ല, നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സീറ്റ് ചരിച്ചിട്ട് കിടക്കുകയാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ വീണ്ടും ഒമിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. വണ്ടി ഒതുക്കി ഒമിറ്റ് ചെയ്തു. ആ രണ്ടാമത്തെ ഒമിറ്റും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ തൈക്കാട് ആ ടേണിങ്ങിൻ്റെ അവിടെ ആ ക്വാർട്ടേഴ്സിൻ്റെ സൈഡിൽ അങ്ങനെ ആ നൊങ്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാം വെറുപ്പായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ നൊങ്കിലേക്ക് മാറിയത്. നൊങ്ക് ബേബി എവിടെ? നൊങ്ക് ബേബി ബാ. ആമിയാണ് നൊങ്ക് ബേബി. എന്തോ ചോദിക്കണം? എന്തോ ചോദിക്കേ? കുഞ്ഞാവെ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എവിടെയാണ് അച്ഛാ? ഞാൻ പറഞ്ഞു ആതിര ആന്റിയുടെ കുഞ്ഞാവെ കാണാൻ പോണത്. അപ്പൊ എന്താ പറയുക, ഇന്ന് എനിക്ക് കുഞ്ഞാവെ കാണണം, എന്റെ കൂടെ കുറെ സമയം കളിക്കും. കുഞ്ഞാവയുടെ അടുത്ത് ഹലോ പറ. കുഞ്ഞാവ കേൾക്കുന്നുണ്ട്. കുഞ്ഞാവെ കാണാനല്ലേ വന്നേ? കുഞ്ഞാവ ഇപ്പൊ വയറിനകത്ത് കിടക്കുന്നല്ലേ. പക്ഷെ മിനി ചേച്ചി എങ്ങനെ ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. ഈ ഒരു ബോഡി ഇരിക്കുന്നോണ്ടാണ്. എണീറ്റ് നിനക്ക് 5 മാസമൊക്കെ 6 മാസമൊക്കെ ശ്വാസം പിടിച്ചിരിക്കുന്നതാണ്. ശ്വാസം പിടിച്ച് തമ്പനയിൽ തന്നെ ഞാൻ പറഞ്ഞു, നീ ആദ്യം നിൽക്കുന്നതിനോട് നീ ഒരു കരിഞ്ചി നീ കൂടെ നിൽക്കും, നമുക്ക് 2 ഫോട്ടോ എടുക്കാം. അപ്പുറം അല്ലേലും ഇങ്ങനെ തന്നെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് പോകണില്ല. അതിനാ ഈ ന്യൂസില്ലേ ക്യാരിയിങ് ആണ് എന്ന് പറയുമ്പോൾ ഏതൊരു ഹസ്ബൻഡും അച്ഛനാകുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഒരു ഹിന്റും കൊടുക്കാതെ രാജീവിന് ആ സാധനം അറിയിച്ചപ്പോൾ രാജീവിന്റെ ഫീലും എക്സ്പ്രഷനും. ചേട്ടൻ ഇത് എന്റെ അടുത്ത് ചോദിക്കരുത്. ഇത് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കാൻ കുറെ സമയം എടുത്ത്. അറിയാമോ എന്ന് പറഞ്ഞാലേ രാജീവിന്റെ എക്സ്പ്രഷൻ ആണോ അതോ ഇത് രാജീവിന്റെ എക്സ്പ്രഷൻ എന്നല്ല, ഇത് ക്യാരിയിങ് ആണെന്നുള്ളത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു. രാജീവ് വിശ്വസിക്കുന്നില്ലായിരുന്നു. ആമി എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ മിനി പറഞ്ഞു ഈശോ അപ്പച്ചൻ കൊണ്ട് തന്നാണ്. അതുപോലെയുള്ള കഥ എന്നല്ല. ഞാൻ ഈ ജൂലൈ എന്ന് പറയുന്ന മന്ത്, ജൂലൈ ലാസ്റ്റ് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ അറിയാലോ, ഞാൻ നമ്മുടെ ഓഗസ്റ്റിൽ മാ കോമഡി മാമാങ്കം ഏഷ്യാനെറ്റിലെ ഡാൻസിന് പോയി. അപ്പം അതിനൊക്കെ ആ ഒരു വർക്ക്, അതിൻ്റെ പ്രാക്ടീസ്, ഡാൻസ്, എനിക്കറിയത്തില്ല. ഞാൻ ഇനി ചെയ്യാനൊന്നുമില്ല. ബോളിനകത്ത് കയറി കുത്തി മറിയുന്നു, ബോൾ എടുത്ത് പൊക്കുന്നു, ആകാശത്തിടുന്നു. 3 ദിവസം മുമ്പാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പം ഞാൻ നമ്മുടെ ലൊക്കേഷനിൽ നിന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് ഹീര കോളേജിലായിരുന്നു ലൊക്കേഷൻ. അവിടുത്തെ മറ്റേ കുഴിയൊക്കെ ചാടി കാറൊക്കെ പോയി അങ്ങനെ തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷൂട്ട് അന്ന് ഈ മാ കോമഡി മാമാങ്കത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 6:30 മണിയായി. അപ്പോൾ ഈ വെളുപ്പിന് 6:30 മണിക്ക് ഞാൻ ഇവിടെ വീട്ടിലെത്തി. അപ്പോൾ 1 നൈറ്റ് ഫുൾ ഉറങ്ങിയിട്ടില്ല. വീട്ടിലെത്തി ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ കിടന്ന് ഉച്ചയായപ്പോൾ ഉറക്കം എണീറ്റപ്പോഴേക്കും അമ്മ ഈ തലേ ദിവസമേ പറയാൻ തുടങ്ങി, ഇത് ഉറപ്പാണ്,
അമ്മയാണ് ആദ്യമേ പറയാൻ തുടങ്ങി ഇത് ഉറപ്പാണ്, പ്രഗ്നന്റ് ആണ്. ഞാൻ പറഞ്ഞു എന്തർത്ഥത്തിൽ അമ്മ പറയുന്നത്? പ്രഗ്നന്റ് അല്ലാതെ എനിക്കറിയാം. അമ്മ മിണ്ടായിരിക്കും. അമ്മ സമ്മതിക്കുന്നില്ല. മൂന്ന് ചേച്ചിമാരും അമ്മ ഇത് തന്നെ, ഇത് എനിക്കറിയാം, എനിക്ക് കണ്ടറിയാം, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അമ്മ രാജീവിനെ വിളിച്ചു വരുത്തിയതാ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കം എണീറ്റപ്പോ രാജീവ് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്നത് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ ആണോ? അപ്പം അല്ല, ആയിരിക്കത്തില്ല നമ്മൾ പറയാം. അപ്പം രാജുവിന് ശരി എന്തായാലും നമുക്ക് വെറുതെ, അമ്മ പറഞ്ഞു നമുക്ക് ബെറ്റ് വെക്കാം 2000 രൂപ എന്ന് പറഞ്ഞു. പോസിറ്റീവ് ആണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ബെറ്റിന്റെ മണ്ടി അമ്മയ്ക്ക് 2000 വെച്ച് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. നിന്റെ 3 ചേച്ചിമാര് 6000 രൂപ. അതുകൊണ്ടല്ലേ അമ്മ ധൈര്യമായിട്ട് ബെറ്റ് വെച്ചത്. അങ്ങനെ വെറുതെ നമ്മള് ബെറ്റിന്റെ പുറത്ത് ചുമ്മാ. എന്നിട്ട് ഞാൻ രാജുവിന്റെ അടുത്ത് പറയാണ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോ രാജീവ് മറ്റേ കിളിക്കത്തില്ലേ 3 അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി. ഡോക്ടറിനെ പോലും കാണുന്നതിന് മുമ്പ് നമ്മൾ മറ്റേ β-HCG ടെസ്റ്റ് ചെയ്യാൻ പോയി. കാര്യം വിശ്വാസം വരുന്നില്ല നമുക്ക്. ആ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് നോക്കിയിട്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യാൻ പോയി. ഇനി അത് കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചുമ്മാ പോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഡോക്ടറൊന്നും പറഞ്ഞിട്ടല്ല നമുക്ക്. എന്നിട്ട് അതും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ് ഡോക്ടർ ഒരു അക്ഷരം അതുതന്നെ നമ്മൾ പോയി പറഞ്ഞ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്. ശരി, ഇനി പോയിട്ട് 1 മാസം കഴിഞ്ഞ് വന്നോ കേട്ടോ. അപ്പം നമ്മൾ ചോദിക്കുന്നേ ഇനി നമ്മളിങ്ങനെ ആര് പോയി പറഞ്ഞാലും ഇവരിങ്ങനെ ആയിരിക്കുമോ പറയുന്നത്, വേറെ ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ അവസാനം ഫസ്റ്റ് സ്കാനിൽ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ അയ്യോ ആരോ വയറിനകത്ത് കിടക്കുന്നത് എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അല്ലാതെ ആ ഒരു എക്സൈറ്റ്മെന്റ്, കാരണം എനിക്ക് തോന്നുന്നു എക്സൈറ്റ്മെന്റ് അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണല്ലോ അത് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലെ, സന്തോഷം ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും ആ അച്ഛൻ അമ്മ എന്നൊരു റോളിലേക്ക് നമ്മള് ലോട്ടറി അടിച്ചൊരു ഫീൽ പ്രതീക്ഷിക്കാതെ. ഞാൻ ചോദിക്കുമായിരുന്നു ഇല്ലേ, ഞാൻ ആർട്ടിസ്റ്റ് ചേഞ്ച് ആയി വന്നതാണ്, അപ്പോൾ അതിന് നമ്മളെല്ലാം ഒന്ന് സിങ്കായി വന്നു, കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ഉടനെ അങ്ങനെ ചേട്ടാ അങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെയല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മള് ഈ പറഞ്ഞ പോലെ 1 year മാക്സിമം അത്രയും അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. 1 year കഴിയട്ടെ എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ആയിക്കോട്ടെ എന്നുള്ളൊരു ഫീൽ അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആനന്ദേട്ടാ കുറേ നേരമായി, ആകെ ഒരു ജ്യൂസ്. അമ്മ ആദ്യമായിട്ട് വന്നു, പിള്ളേരിതാ ബോറടിച്ച് കളിക്കാൻ തുടങ്ങി അവിടെ. മറ്റേ ആരോ പറഞ്ഞ് എന്തേലും കഴിക്കാം നമുക്ക്. അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കണം. അമ്മയ്ക്ക് എന്ത് വേണം? അമ്മയ്ക്ക് ഐസ്ക്രീം വേണോ? വേണോ? രണ്ടുപേരും കൂടെ കളിയില്ല. വേണമെങ്കിൽ ഇങ്ങ് വാ, എന്റെ അടുത്ത് വാ. എന്റെ അടുത്ത് വന്നാ ഞാൻ ഐസ്ക്രീം തരാം. അത് ഈ 5ാം മാസം തൊട്ടാണല്ലോ പലഹാരത്തിന്റെ ഒരു ബിഗിനിങ് അല്ലേ? 5ാം മാസത്തിൽ അങ്ങോട്ട് അറിയിക്കുന്നു, ഇവിടുന്ന് അമ്മ അറിയിക്കും. പറയുമ്പോൾ നീ ഇവിടെ ആണല്ലോ കൂടി ഇതാണ് വീടെന്ന് പോലെ എനിക്ക് തോന്നി പോവാ. കല്യാണം കഴിച്ചോണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അവിടെ നിൽക്കേണ്ട. രാജീവിന്റെ അമ്മയാണ് ഇവിടുത്തെ അമ്മയും കൂടെ അറിയിക്കുന്നത്. അമ്മ ഇങ്ങോട്ട് വന്ന് അറിയിക്കും, ആദ്യത്തെ പലഹാരം തരുന്നത്. അമ്മ എനിക്ക് തന്നിട്ട് ഇവിടെ വരും. അപ്പൊ ഇനി ഡെലിവറി വരെ നീ ഇവിടെയാണോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് അങ്ങ് പോവോ? ഞാൻ മാറി ചേട്ടാ. അല്ല ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരാൻ വേണ്ടി. കല്യാണം കഴിഞ്ഞു, ഇനി പ്രസവം വരെ ഇതുപോലുള്ള പലഹാരങ്ങളും. അവിടെയാണെങ്കിലും വന്നോ, അവിടെ ഇതിനെക്കാട്ടിലും കാണും. ഇവിടെ നമ്മളെ ചിക്കൻ ഇത് മീറ്റ് പപ്സ് ആണ്, അവിടെയാണെങ്കിൽ പഞ്ചാബി. അവിടെ ശരിക്കും ആനന്ദേട്ടൻ നേരത്തെ ഒരു ദിവസം വരുമെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ അമ്മ പ്ലാൻ ചെയ്ത് പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബി പപ്സ് ഒക്കെ മേടിച്ച് വെക്കാൻ വേണ്ടിട്ട്. പിന്നെ അവിടെ വേറൊരു ഇതെന്ന് വെച്ചാൽ പപ്പ ഇങ്ങനെ പുറത്ത് പോയാ അപ്പൊ കുറെ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്, എപ്പോഴും സ്റ്റോക്കാണ്. ഇവിടെ പിന്നെ ഇവർ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഇവരങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കത്തില്ല. ഞാനുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മേടിച്ചൊക്കെ വെക്കാറുള്ളൂ. ആമി ആസ്വദിക്കുകയാണ് അല്ലേ? ചോക്ലേറ്റ് ക്യാമറയ്ക്ക് ഒരു സ്മൈൽ കൊടുത്ത ആ ചോക്ലേറ്റ് വെച്ച്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ആണ് പെണ്ണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ രാജീവ് എപ്പോഴും എന്നോട് പറയുവേ, ആണാണെങ്കിൽ നിനക്കായിരിക്കും നല്ലത്, കാര്യം നിന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, പെണ്ണാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ആ സത്യമാണോ? ആണാണെങ്കിൽ അമ്മയോട് അറ്റാച്ച്ഡ് ആയിരിക്കുമെന്നോ? കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ശേഷം എനിക്ക് പല മെസ്സേജും വന്നിരുന്നു. ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്ന ചലഞ്ചിനകത്ത് സ്വന്തം അമ്മ നശിച്ച് അല്ലെങ്കിൽ അമ്മ തോറ്റു തുന്നം പാടണം എന്ന് ആഗ്രഹിക്കുന്ന മകനാണല്ലോ. ആ എപ്പിസോഡ് നീ രാജീവിനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജീവ് അതോടുകൂടി പറയില്ല. അങ്ങനല്ലേ ചേച്ചി? അവൻ നിൽക്കുന്നത് അവൻ നിൽക്കുന്നത് പോലും മിനി എടുത്തോട്ടില്ല, എന്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞാ. ദേവദേവൻ ആരും ഇഷ്ടം? അച്ഛനെയാണോ? ഓ
പബ്ലിക്കായിട്ട് പറഞ്ഞു കളഞ്ഞു. ആ അതെ ഒരുപാട് അവാർഡും മൊമെന്റോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ ആതിരയ്ക്ക്? അതെ അതെ അതെ. കേരള സംസ്ഥാന മധ്യവർജന സമിതി മധ്യവർജന സമിതി അവാർഡ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു പഴയ ആതിരയെ കാണാം. ആതിരയുടെ ആങ്കറിങ് തുടങ്ങിയ സമയത്തുള്ള ഒരു ഭയങ്കര എന്താ പറയുക, നല്ല മെലിഞ്ഞ ഫേസും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. ഇപ്പൊ ക്യൂട്ട് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് സാധാരണ പിന്നെ അമ്പിളിച്ചേട്ടൻ്റെ ഒക്കെ ഉണ്ട് അല്ലേ ഷോസ്. ഇതെല്ലാം ഇതെല്ലാം ആങ്കറിങ് കിട്ടിയതാണ്. പ്ലീസ് ക്യാമറ ഒന്ന് ഇങ്ങോട്ട് വരണം. ഇതെല്ലാം ആങ്കറിങ്ങിന് കിട്ടിയാണെന്ന് പറയുന്നു. ഈ സംഭവം എവിടെ നിന്ന് ആങ്കർ ചെയ്തപ്പോൾ കിട്ടിയതാണ്? ശബരിമല പമ്പയിൽ പോയി നിന്ന് ആങ്കർ ചെയ്താണോ നീ? ഇത് ശബരിമലയിൽ നിന്ന് കിട്ടിയതാണോ? എല്ലാം ആങ്കർ ചെയ്ത് കിട്ടിയതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് ഇവിടെ ഏതോ ഒരു വെള്ളമുള്ള സ്ഥലത്ത് അതിലയുടെ അമ്മ പറഞ്ഞു നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഈ എന്താ പറയുക ചിമ്മിനി വിളക്ക് വെച്ച് പഠിച്ച് 1ാം റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടി എന്നൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ ഒന്ന് ഭയങ്കര ന്യൂസായിരുന്നു. അത് ഈ കുട്ടിയായിരുന്നു. ഈ കുട്ടി ആ കുട്ടി പഠിച്ച ചിമ്മിനി വിളക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ച് 1ാം റാങ്ക് മേടിച്ച ആതിര. ഇതാണത്, നിങ്ങൾ നോക്കി വെച്ചോളൂ. ആതിരയുടെ ആൽബം കണ്ടില്ല. അപ്പൊ അമ്മ വന്നതുകൊണ്ട്, അമ്മ കല്യാണത്തിനില്ലായിരുന്നു. ആതിരയുടെ ഞങ്ങളും വെഡിങ് റിസപ്ഷൻ ആണ് വന്നത്. റിസപ്ഷൻ ആണ് വന്നത്. കാണണോ ആൽബം? നമുക്ക് ആൽബം കാണാം. നല്ല പൈസ അമ്മ, അടിപൊളി. അംഗൻവാടിയിൽ കുറെ ഗോതമ്പ് കിട്ടി. അംഗൻവാടിയിലെ ഗോതമ്പ്, അംഗൻവാടി എന്തൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത് സ്ഥിരം പരിപാടിയാക്കരുത്. എനിക്കതേ പറയാനോ നിന്നോട്. 5ാം മാസം കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വെഡിങ് ഡേ പിക്സ്, ഇത് ഫോട്ടോഷൂട്ട് പിക്സ് അല്ലേ? ഇത് പ്രീ വെഡിങ്ങിന്റെ വേണ്ടി എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ചാക്കി. ആ റിസപ്ഷൻ, ഞങ്ങൾ റിസപ്ഷനാണ് വന്നിരുന്നത്. വൈകുന്നേര സമയം അവിടെ ഒരു ഭയങ്കര ബ്ലാസ്റ്റ് ആയിരുന്നു, കേക്കൊക്കെ കട്ട് ചെയ്ത്. അങ്ങനെ ആതിരക്കുട്ടിയുടെ വെഡിങ്ങും കഴിഞ്ഞു. വെഡിങ്ങിൻ്റെ ഡേ ഫോട്ടോസും കണ്ടു, റിസപ്ഷന് കേക്കും മുറിച്ചു, ഉമ്മയും വെച്ചു. അങ്ങനെ ആൽബം ക്ലോസ് ആയി. പക്ഷെ ആൽബം ക്ലോസ് ആയെങ്കിലും അവിടെ നിന്നാണ് ലൈഫ് സ്റ്റാർട്ട് ആയത്. ഹാപ്പി ആയിരിക്കുന്നു. ഇപ്പം ക്യാരിങ് ആണ്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബേബിക്ക് വേണ്ടിയിട്ടും നല്ല സന്തോഷമായിട്ട് പ്രസവിക്കുന്നൊക്കെ ഈ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ലൈഫിൽ അങ്ങോട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. ഇതൊരു നോർമൽ ഇന്റർവ്യൂ, മറ്റേ സിനിമയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മള് വയറ് കാണാൻ വന്നതാണ്. നിങ്ങളെ കാണിച്ചു, അറിയിച്ചു, പലഹാരങ്ങൾ കൊണ്ടുവന്നു. ഞാൻ 5 ഐറ്റം പലഹാരം ഇവിടെയാണ് വന്നത്, പക്ഷേ 8 ഐറ്റം പലഹാരം ഇവിടെ തിരിച്ചു. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട്, നമ്മുടെ ചാനൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതിലേക്ക്? നമ്മുടെ ആനന്ദേട്ടന് അനിരുദ്ധ് എന്നുള്ള ക്യാരക്ടറിന് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഉള്ളത് പൊതുവെ. പക്ഷെ ആനന്ദേട്ടൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആനന്ദേട്ടൻ ഒരു ഫാൻസിൻ്റെ ഒരു കയറ്റം, ആനന്ദേട്ടൻ എന്താണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലായത് അതിനുശേഷമാണ്. ശരിക്കും ആനന്ദേട്ടൻ ഈ ചാനലിലുള്ള പോലെ നിങ്ങളോട് സംസാരിക്കുന്ന അതേ രീതിയിലാണ് ജീവിതത്തിലും. ഒട്ടും ഫേക്ക് ചെയ്യുന്ന ആളല്ല. അത്രയും കൂളാണ്. അത്രയും ഇങ്ങനെ 24 മണിക്കൂറും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശരിക്കും. അതുകൊണ്ടാണ് ചേട്ടൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അല്ലേ, ഇത്രയും നല്ല വ്യൂവേഴ്സൊക്കെ വന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇനിയും തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും, ആതിരയുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞിട്ട് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.